என்னம்மா இது, நீங்க இங்க நிக்கிறீங்க? நீ மிண்டறது கேட்டா அம்மா, இங்கத்த வேலையெல்லாம் நான் செய்யறேன் அம்மா, நீங்க அங்க போய் உட்காருங்கம்மா. നീ എന്തോ പറഞ്ഞേ? ഉക്കാറുങ്ങാനോ? ഞാൻ കണ്ടു നിങ്ങൾ എല്ലാരും കൂടി എന്നെ പരിഹസിക്കുന്നതും ചിരിക്കുന്നതും കളിയാക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. അമ്മ, ഞാൻ അപ്പടിയൊന്നും ചെയ്യവേ ഇല്ലയമ്മാ. നീ കൂടുതൽ വർത്താനം പറയരുത് കേട്ടോ. ഒരുപാട് വർത്താനം പറഞ്ഞു അടിച്ച് ശരിയാക്കിട്ട് ഞാൻ മധുരയ്ക്ക് പറഞ്ഞു. എന്തോ ചേച്ചി, ഞാനേ കനകത്തിനോട് പറഞ്ഞോണ്ട് നിൽക്കുവായിരുന്നേ. ചേച്ചി ഒരുപാട് തവണ പടവലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണയും കണ്ടല്ലേ വന്നിട്ടുള്ളൂ. എന്നിട്ടും ചേച്ചി തേടി പിടിച്ചിവിടെ വന്നല്ലോ. എന്തൊരു അത്ഭുതമെന്ന് ഞാൻ കനകത്തിനോട് പറയുമായിരുന്നു. എന്തോന്ന് അത്ഭുതം? എറണാകുളത്ത് സ്ഥിരം ഓട്ടോമാനൊരു ഡ്രൈവറെയാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത്. വാഴക്കാലെ വന്ന് പാറമട വീട് ഏതാന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരികയല്ലേ. പാറമട വീട് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയാക്കാന്ന് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞല്ലോ. അയ്യോ ചേച്ചി, ഞാനോ? ഞാനല്ല പേടിപ്പിച്ച് നിർത്തുന്നത്, പിള്ളേർ എന്നെയാ പേടിപ്പിച്ച് നിർത്തുന്നത്. ഓ, അതെനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി പെരുമാറ്റം കണ്ടം. നിന്റെ മുട്ടുവേദനയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ എന്റെ പൊന്നി ചേച്ചി, മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ അത് പ്രത്യേക ഒരു മുട്ടുവേദനയാ. അമ്മൂമ്മ വിചാരിക്കുമ്പോ മാത്രമേ മുട്ടുവേദന എടുക്കുന്നൊക്കെ പറയും. പിന്നെ ചേച്ചി, ഊണിന് കറികളൊക്കെ കുറവാ. ഓ, ഞാനിപ്പൊ അധികം കറിയൊന്നും കൂട്ടാറില്ല. അല്ല, പൈതമേ അമ്മ വെജാണ്. ഓ, ഞാൻ കൊച്ചിലെ മുതലേ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല, പച്ചക്കറിയാ. ஐயோ அம்மா, நீங்க இன்னைக்கு வருது எங்களுக்கு தெரியாதுல்ல. நாளைக்கு உங்களுக்கு பிடிச்ச மாதிரி எல்லாமே வெஜிറ്റേറിയനാ நானே சமைச்சு தரேன். നാളെ ഇവിടെ ആര് നിന്നിട്ടാ ഉണ്ണുന്നേ? അയ്യോ ചേച്ചി, ഇന്ന് തന്നെ അങ്ങ് പോവാന്നോ? പിന്നെ പോകാതെ വെയിലാറി കഴിഞ്ഞ ഉടനെ ഞാനങ്ങ്. അയ്യോ അതെന്തൊരു പോക്കാ ചേച്ചി. ഒരാഴ്ച നിന്നോളാന്ന് നിന്നെ അറിയിച്ചിട്ടല്ലേ ഞാൻ വന്നത്. അല്ല, നീ എന്നെ കാണാൻ വരികയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു നിന്നെ കാണാൻ. വലിയ അമ്മൂമ്മ പോവണ്ട. എന്റെ മക്കളെ, പോകാതെ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ വരാം. ഞാൻ എന്തായാലും ചേച്ചിയെ കാണാൻ വരും. ചേച്ചി എന്നെ കാണാൻ വന്നല്ലോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി. ചേച്ചി നേരത്തെ കണ്ടതുപോലല്ല, നല്ല ഉഷാറായിട്ടുണ്ട്. നീയും അതുപോലെ തന്നെയാ. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ. ചേച്ചിക്ക് ഇന്ന് തന്നെ പോണം. ഞാനിവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടല്ലല്ലോ വന്നത്. ഏതായാലും പോകണം. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ച അതിൽ മാറ്റം ഉണ്ടാവണം എനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയാമല്ലോ. ചേച്ചി ഇന്ന് അങ്ങോട്ടിരിക്കും, ഞാൻ കഴിക്കാൻ എടുക്കാം. എൻ്റെ കുഞ്ഞെ, വിശപ്പൊന്നുമില്ല, കഴിക്കാൻ തോന്നണില്ല. പിന്നെ നിന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും കഴിക്കാതെ പോണത് എങ്ങനെയാ? അതുകൊണ്ട് ഇത്തിരി കഴിച്ചേക്കാം. മോനെ, ആ ഡ്രൈവറെ കൂടെ ഒന്ന് വിളിച്ചോളൂ. ഓക്കെ. ചേച്ചി അങ്ങോട്ടിരിക്കേ. പറവേ, വല്യമ്മയുടെ കൂടെ ചെന്നേ. എടി 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 എവിടെ പോണെന്ന് വെച്ചിട്ട് ഞാൻ എനിക്ക് തോന്നിടത്തേക്ക് പോകും. ഇയാൾക്ക് വേണ്ടി കസക്കുന്നത് എനിക്ക് വയ്യ. പിന്നെ നീ അകത്തേക്ക് തരാനാ നിനക്ക്. അയ്യോടാ, ദേഹത്ത് കൈവച്ച് നോക്ക്, ഞാൻ തിരിച്ചും തല്ലും. അതും കെട്ടോലെ മുന്നിട്ട് ഞാൻ തല്ലും. അയ്യോ, എനിക്കറിയാം ഈ വീമ്പളക്ക് ഡയലോഗ് മാത്രമേ ഉള്ളൂന്ന്. കിട്ടുവാങ്ങ് മാറിക്കോളും കേട്ടാ. എന്നാലേ ഒന്ന് തൊട്ട് നോക്ക് നീ എന്നെ. ഇതെന്താണ് സന്ദേഹം? രണ്ടാളും കൂടെ എന്താ അലമ്പാണ്? ഇവളാലമ്പ് അല്ലമ്പോ നിങ്ങൾ കെട്ടിയോ? സോറി കളി അല്ല. എന്ത് മോളപ്പല്ല എന്റെ അത് വിട്. നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി? ഭാര്യ എവിടെങ്കിലും പറഞ്ഞു വിടുമ്പോ ചോദിക്കണം എപ്പ തിരിച്ച് വീട്ടിൽ വരുന്നു കേട്ടാ. എന്റെ പൊന്നു ഇതൊന്നും പറയണ്ട. ഞാൻ ആ സ്റ്റിച്ചിങ് സെന്ററിൽ ചേച്ചിയുടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണായിരുന്നു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്റെ കഷ്ടകാലത്തിന് ഓട്ടോയിൽ വന്നങ്ങ് ഇറങ്ങി. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാടി ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങാൻ. ആ കടല തിരിക്കുന്നത് കണ്ട് അതുകൊണ്ട് അറിയാണ്ട് ഇറങ്ങി പോയതാണ്. അതിന്റെ എനിക്ക് ഇറങ്ങിയിട്ട് പുണ്യൊന്നും കിട്ടാനില്ല. ഇതാണ് പറയുന്നത്. അമ്മൂമ്മ പറയുന്നത് കറക്റ്റാ. ചെന്നൈയിൽ പോയതിന് ശേഷം ഇവക്ക് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. അമ്മൂമ്മ പറഞ്ഞപ്പോ ഞാൻ
അത് വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പൊ എനിക്കത് ബോധ്യമാകും. എന്നാ ഈ അമ്മ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ലച്ചൊന്ന് കൊമ്പത്തായിരിക്കുന്നതാണ് അമ്മ പറയണത്. അത് കറക്റ്റാണ്. ഞാൻ കൊമ്പത്ത് തന്നെ എന്ത് കുഴപ്പം? നിങ്ങൾ എന്തോ എന്റെ കാര്യം പറഞ്ഞോണ്ടെന്ന്? ശിവമോളെ മക്കളെ പോന്നു. ഞാൻ കൊച്ചിയിലെ ലാൻഡ് ആയിട്ട് ഒരു 2-2.5 മണിക്കൂറായി. ഇത്ര നേരം റോഡിലൂടെ തെക്കും വടക്കും വണ്ടി പോണ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ. വായി നോക്കി. எதுக்கு சிவா 2 மணி நேரம் வண்டி பார்த்து நின்ன? சென்னையில வண்டி எல்லாம் இல்லையா? അത് ചില വായി നോക്കിയുള്ളപ്പം പോയി കഴിഞ്ഞാലേ റോഡിലൂടെ വണ്ടി പോകുന്ന നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അതേടി ഞാൻ വായി നോക്കി തന്നെയാ പോയത്. ചുമ്മാ കുറെ നേരം എടി 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 എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലോ, സ്വഭാവം പറഞ്ഞിട്ടാ. ഞാൻ ഇനിയും വിളിക്കും. എന്തടി പോടി എടി വാടി എടി 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 എടി. ഒന്നും കേൾക്കുന്നുണ്ടോ? ഒരുത്ത് കല്യാണം കഴിച്ച ഒരു കൊച്ചായി, ഒരുത്ത് കല്യാണം കഴിക്കാൻ പ്രായമായി. എന്തോന്നാ ഇത്? ഇതിനൊക്കെ കെട്ടിച്ച് വിട്ട ആ ചെറുക്കന്റെ കാര്യം കട്ട പോക. ഇതെന്തോന്ന് അളിയന്റെ മൈൻഡ് വോയിസാ? ഞാൻ കണ്ടോണ്ട് നിക്കണ കട്ട പോയായിട്ട് അടുത്ത് നിക്കണത്. അളിയൻ എന്തിന്റെ കേടായിരുന്നു അളിയാ? മര്യാദയ്ക്ക് അവിടെ അറബിയുടെ ഒട്ടകത്തിനും കറന്നോണ്ട് നിന്നാ പോരായിരുന്നു. എന്തിനു വന്ന് ഇതിനെ കെട്ടിയത്? വല്ല കാര്യമുണ്ടോ? പോട്ട് വിഷമിക്കല്ലേ, വേറെ എന്ത് ഞാൻ പറയാൻ? പാവന്റെ അളിയൻ എന്താ പറയാറ്? ശിവാനിയുടെ വർത്താനം ഭയങ്കര സ്റ്റാൻഡേർഡ് ആണെന്ന്. സ്റ്റാൻഡേർഡ് കാണ് കേക്ക്. സ്റ്റാൻഡേർഡ് ആയിരുന്നല്ല അളിയാ, എന്റെ വർത്താനത്തിന്റെ സ്റ്റാൻഡേർഡിന് ഒരു കുറവുമില്ല. പക്ഷെ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ വർത്താനത്തിന്റെ ലെവലിലേ സംസാരിക്കാറുള്ളൂ. ആ സ്റ്റാൻഡേർഡിലേ ഉണ്ടാറുള്ളൂ. ഒന്ന് നിർത്തണ്ട. എന്തുവാ കാര്യമൊന്നും പോലും ആർക്കും മനസ്സിലായിട്ടില്ല. കാര്യമൊന്നുമില്ല. ഞാൻ ഈ സാധനം കൊണ്ട് പോയതെന്തിനാ? തയ്പ്പിക്കാനല്ലേ. അപ്പൊ എനിക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അല്ലാതെ ഇവളുടെ വാക്കും കേട്ട് നടന്നാ മതിയോ? എന്നാ സ്വന്തം അനിയത്തി ചെന്നൈയിൽ നിന്ന് നാള് കൂടി വരുവാണ്, വിശന്ന് വരഞ്ഞു വരുവാണ്. അതെന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക കഴിക്കാനായിട്ട്, അതിനെ കൂടെ കൂടി നടക്കുക. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടി ചേച്ചിക്ക്? 5 പൈസ ഇല്ലാതെ ഞാൻ പോയത്. നീ എന്തിനാ അവിടെ വന്നിറങ്ങി? നിനക്ക് നേരെ ആ ഹോട്ടലിന്റെ വീട്ടിൽ വന്നിറങ്ങിയ പോരായിരുന്നോ? എനിക്ക് എന്റെ ചേച്ചിയോട് കുറച്ച് ഇഷ്ടമുണ്ടായി പോയി. അത് ഇതോടുകൂടി മാറി. ഇനി ഞാൻ വരത്തില്ല. പോരെ. എന്നെ തെറ്റാ ഇറങ്ങിപ്പോയല്ലോ ഞാൻ വന്ന്. லெச்சு நீ கொஞ்சம் நிறுத்து. சிவா நீ நிறுத்து. நீ வந்து உள்ள வந்து குளிச்சு ஏதாவது சாப்பிட பாருமா. കുളിക്കാനാ? ഇതാ ഇവിടുന്ന് പോയതിനു ശേഷം കുളി നനയെന്ന് പറഞ്ഞ സാധനമില്ല. ഒന്ന് പോയി കുളിക്ക് വെച്ച നാറിയിട്ട് പയ്യ. ഇവിടെ ആരാണ് തല്ലി തീരിട്ട് എന്തിനാണ് ചുമ്മാ പിടിച്ച് മാറ്റണേ? എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്കിടുന്നേ? ശിവ മോളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ? ഒന്നും കേക്കണ്ട. ഞാൻ പറയട്ടെ. ഇന്നലെ നിങ്ങളുടെ വല്യമ്മൂമ്മ വന്നായിരുന്നു. എന്റെ ശിവമോളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. നിങ്ങളെ എല്ലാരെയും കുറിച്ച് എന്ത് നല്ല അഭിപ്രായമോ പറഞ്ഞെന്നറിയാവോ? ലച്ചുനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ? അതിപ്പോ കൊറേ നാളായില്ലേ വന്നിട്ട്, കാര്യമൊന്നും അറിയാത്തോണ്ടായിരിക്കും. എന്റെ മോളെ, നീ ഒന്നും മിണ്ടാതെ നിക്ക്. ഞാനൊന്ന് പറയട്ടെ. ദേ, നിങ്ങളെ 2 പേരെയും കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കല്ലേ. ദേ, ഞാനും എന്റെ വല്യേച്ചിയും കൂടെ കൊച്ചുനാളി മുതൽ കളിച്ചു വളർന്നതാ. ഞങ്ങൾ ഒരു വഴക്ക് വിട്ടിട്ടില്ല. എന്തൊരു സ്നേഹമായിരുന്നെന്നറിയാവോ? അതുപോലെ നിങ്ങൾ 2 പേരും നല്ല സ്നേഹമായിട്ട് പെരുമാറണം കേട്ടോ. പിന്നെ വല്യേച്ചി ഇന്നലെ ഇവിടെ വന്നപ്പോ എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞു. അതെന്താണെന്നറിയാവോ? ഞാൻ വല്യേച്ചിയെ കാണാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട്. അല്ലാതെ ഒരു വഴക്കും ഞങ്ങൾ ഇട്ടിട്ടില്ല. അതുപോലെ നിങ്ങൾ 2 പേരും നല്ല സ്നേഹമായിട്ട് പെരുമാറണം. പറഞ്ഞു കേട്ടോ? കേട്ടോ? എന്താ ഇതില്ലാത്ത? അവൾ സോറി പറയട്ടെ. ചേച്ചി സോറി പറഞ്ഞാ ഞാൻ പറയാം. നീ പറഞ്ഞാ ഞാൻ പറയാം. അങ്ങനെ ഒരുമിച്ച് പറയാം. സോറി. സോറി. സന്തോഷായല്ലോ. സന്തോഷമായി. ഇനി 2 പേരോട് വഴക്കിടല്ലേ. വഴക്കിട്ട ഞാൻ അടുക്കള വെച്ചൊന്ന് തവി എടുത്തോണ്ട് 2ന്റെ പുറം അടിച്ച് ഞാൻ പൊളിക്കും. ആയിരുന്നില്ലല്ലോ. അതങ്ങനെയാ. അമ്മൂമ്മ, എനിക്ക് വിശന്നിട്ട് വയ്യ. ചേച്ചി എനിക്ക് ഫുഡൊന്നും വാങ്ങി തന്നില്ല. ഞാൻ പറഞ്ഞു എന്റെ 5 പൈസ ഉണ്ടായിരുന്നില്ലെന്ന്. എനിക്ക് കഴിക്കാന്നെങ്കിലും എടുത്ത് വെക്കോ? ചോറും കറിയും ഒക്കെ ഇരിപ്പുണ്ട്. മക്കള് പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് വാ. അപ്പോഴത്തേനും അമ്മൂമ്മ ചോറെടുത്ത് വെക്കാം.